ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് സയൻസിൻ്റെ 11th ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. Gravitational force. You know that a coin or a pen falls to the ground when it slips off your hand. Leaves and fruits also fall to the ground when they get detached from the plant. Have you ever wondered why it is so? നമ്മളൊരു കോയിൻ ഫ്രീ ആയിട്ട് അതിനെ അങ്ങ് വിടുകയാണെങ്കിൽ താഴെ ഗ്രൗണ്ടിലേക്ക് പോയി പതിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് പെന്നായിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അത് നേരെ താഴേക്ക് പോകും. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ലീവ്സ് ആയിക്കോട്ടെ, ട്രീയിൽ നിന്ന് വിട്ടതിന് ശേഷം അത് നേരെ ഗ്രൗണ്ടിലേക്ക് വരും. അല്ലാണ്ട് അത് മുകളിലോട്ട് പറന്ന് അല്ലെങ്കിൽ എവിടെയോട്ടെങ്കിലും ഒന്നും പോത്തൊന്നുമില്ല, അത് നേരെ കൃത്യമായിട്ട് താഴേക്ക് അങ്ങ് വീഴും അല്ലേ. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? When the coin is held in your hand, it is at rest. As soon as it is released, it begins to move downwards. It is clear that the state of motion of the coin undergoes a change. Can this happen without a force acting on it? Which is this force? നമ്മൾ കോയിൻ നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ടൈമിൽ അതിൻ്റെ ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അതായത് കോയിൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ കോയിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 0 ആണ്. എന്നാൽ നമ്മളത് കയ്യിൽ നിന്ന് വിടുകയാണെങ്കിലോ കോയിൻ താഴേക്ക് പോകും. ആ ഒരു ടൈമിൽ ഈ കോയിൻ സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക് വരും. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്ന് കോയിൻ നേരെ സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം അല്ലേ. ഫോഴ്സ് ആക്ട് ചെയ്താൽ മാത്രമേ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ആവത്തുള്ളൂ അല്ലേ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം ഒരു ഫോഴ്സ് ആക്ട് ചെയ്താൽ മാത്രമേ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഏതൊരു വസ്തുവിൻ്റെ ആണെങ്കിലും ചേഞ്ച് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ആവണമെങ്കിൽ ഇവിടെ ഏത് ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? കാരണം നമ്മളൊരു ഫോഴ്സും ഈ കോയിനിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷേ എന്നിട്ടും ഈ കോയിൻ മൂവ് ആയി അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ആയി. അപ്പോൾ ഈ ഒരു കേസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. Objects or things fall towards the earth because it pulls them. This force is called the force of gravity or just gravity. അപ്പോൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ ഫ്രീ ആയിട്ട് അതിനെ റിലീസ് ചെയ്തതിന് ശേഷം അത് നേരെ എർത്തിലേക്ക് വന്ന് പതിക്കും അല്ലേ. അതെന്തുകൊണ്ടാണ്? എർത്ത് അതിൻ്റെ ആ സർഫസിലേക്ക് ഈ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ ഈ തിങ്സിനെ പുള്ളി ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു ആകർഷണ ആ ഒരു ശക്തിയുടെ പേരാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്. ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അല്ലേ. ഈ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ ഈ തിങ്സിനെയൊക്കെ എർത്തിൻ്റെ സർഫസിലേക്ക് എർത്ത് തന്നെ അട്രാക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് തന്നെയാണ്. ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ട്സ് ഓൺ ഓൾ ഒബ്ജക്ട്സ്. ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ട്സ് ഓൺ ഓൾ ഓഫ് അസ് ഓൾ ദ ടൈം വിതൗട്ട് അവർ ബീയിങ് അവെയർ ഓഫ് ഇറ്റ്. അപ്പോൾ ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എല്ലാ ഒബ്ജക്ട്സിലെ എല്ലാ വസ്തുവിലും ആക്ട് ചെയ്യുന്നുണ്ടല്ലേ. അതുകൊണ്ടാണ് ഒരു ഒബ്ജക്റ്റിനെ ഫ്രീ ആയിട്ട് വെക്കുമ്പം അത് താഴേക്ക് പോകുന്നതും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ എന്തെങ്കിലും റിലീസ് ചെയ്യാണ്, ഇപ്പോൾ എർത്തിൻ്റെ സർഫസിലേക്ക് നമ്മൾ റിലീസ് ചെയ്യാണ്, അത് നേരെ താഴേക്ക് പോയി പതിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ഒബ്ജക്ട്സിലും ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിലും ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോലും അറിയാണ്ടാണ് ഇത് നമ്മളിലേക്ക് തന്നെ ആക്ട് ചെയ്യുന്നത്. വാട്ടർ ബിഗിൻസ് ടു ഫ്ലോ ടുവേർഡ്സ് ദ ഗ്രൗണ്ട് ആസ് സൂൺ ആസ് വി ഓപ്പൺ എ ടാപ്പ്. അതുപോലെ തന്നെ നമ്മൾ ടാപ്പ് തുറക്കുകയാണെങ്കിൽ വെള്ളം നേരെ താഴേക്കാണ് പോകുന്നത് അല്ലേ. വെള്ളം അല്ലാണ്ട് മേളിലോട്ടൊന്നും പോകണില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അതും ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കൊണ്ട് തന്നെയാണ്. വാട്ടർ ഇൻ റിവേഴ്സ് ഫ്ലോസ് ഡൗൺവേർഡ്സ് ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നദിയിലേക്ക് വെള്ളം ആയിക്കോട്ടെ, അത് നേരെ ഒഴുകി പോകുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഗ്രാവിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പം ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എല്ലാ ഒബ്ജക്ട്സിലും നമ്മൾ മനുഷ്യരിലും ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്കങ്ങനെ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ സർഫസിലേക്ക് എന്തെങ്കിലും വസ്തുവിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ ആ ഒരു പുള്ളി ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. Gravity is not a property of the earth alone. In fact, every object in the universe, whether small or large, exerts a force on every other object. This force is known as the gravitational force. ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിൻ്റെ മാത്രം ഒരു പ്രോപ്പർട്ടി അല്ല. എല്ലാ ഒബ്ജക്ട്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതിപ്പോൾ വലിയ ഒബ്ജക്റ്റ് ആയിക്കോട്ടെ അല്ലെ ചെറിയ ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, അങ്ങനെയൊന്നുമില്ല. എല്ലാ ഒബ്ജക്റ്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് പഠിച്ചു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണെന്നൊക്കെ പഠിച്ചല്ലേ. അതുപോലെ തന്നെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. കാരണം കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാണ്ടാണ് എർത്തിൻ്റെ സർഫസിലേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് റിലീസ് ചെയ്ത ഒരു ബോളിനെ ആകർഷിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ടാപ്പ് തുറക്കുമ്പോൾ ഉടനെ വെള്ളം താഴേക്ക് പോകുന്നു, അവിടെ ഒരു കോണ്ടാക്റ്റ് വരുന്നില്ല. എന്നിട്ടും ഇത് നേരെ ഭൂമിയുടെ സർഫസിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നോൺ കോണ്ടാക്ട് ഫോഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ ഫോഴ്സിനെ കുറിച്ചാണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതല്ലേ. എന്താണ് ഫോഴ്സ്, കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കൊരു പുതിയ ടോപ്പിക്കിലേക്ക് പോകാം, പ്രഷർ. യു ഹാവ് ലേൺഡ് ഇൻ ക്ലാസ് 7 that strong winds during a storm or a cyclone can blow away even the rooftops. ക്ലാസ് 7 നമ്മൾ വിൻഡിനെ കുറിച്ചൊക്കെ പഠിച്ച ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒരു കൊടുങ്കാറ്റോ അല്ലെങ്കിൽ ശക്തമായ ഒരു കാറ്റൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ ഈ റൂഫ് ടോപ്പ് വരെ ഈ കാറ്റിൻ്റെ കൂടെ പറന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. യു ഓൾസോ ലേൺ ദാറ്റ് വിൻഡ്സ് ആൻഡ് സൈക്ലോൺസ് ആർ കോസ്ഡ് ബൈ ദി ഡിഫറൻസസ് ഇൻ എയർ പ്രഷർ. അതുപോലെ തന്നെ നമുക്കറിയാം ഈ വിൻഡ് അല്ലെ സൈക്ലോൺസ് ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, എയർ പ്രഷറിൽ വരുന്ന ഡിഫറൻസ് കാരണമാണ് അല്ലേ. ഇസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് ഫോഴ്സ്? ലെറ്റ് us ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഈ പ്രഷറും ഫോഴ്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രൈ ടു പുഷ് എ നെയിൽ ഇൻ ടു എ വുഡൻ പ്ലാങ്ക് ബൈ ഇറ്റ്സ് ഹെഡ്. ഡിഡ് യു സക്സീഡ്? ട്രൈ നൗ ടു പുഷ് ദ നെയിൽ ബൈ ദ പോയിൻറ്റഡ് എൻഡ്. കുഡ് യു ഡു ഇറ്റ് ദിസ് ടൈം? അപ്പം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു നെയിൽ, ഒരു ആണി എടുക്കുക, ഒരു വുഡൻ പ്ലാങ്കിൻ്റെ മുകളിലേക്ക് അതിനെ അടിച്ച് കയറ്റുക. അതായത് ഇപ്പം ആ നെയിൽ കാണുന്ന ആ ഫിഗർ 11.12 കാണുന്ന പോലെ തന്നെ അതിൻ്റെ ആ ഹെഡിൽ വേണം നമ്മൾ ആദ്യത്തെ ടൈമിൽ പ്രസ് ചെയ്യാനായിട്ട്. ഒരു ഹാമർ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ അടിച്ച് ഈ വുഡൻ പ്ലാങ്കിലേക്ക് കയറ്റാനായിട്ട് സാധിക്കും അല്ലേ, ആ ഹെഡിൽ നമ്മൾ അടിക്കുന്ന സമയത്ത്. എന്നാൽ അതിനെ തിരിച്ച് പിടിച്ചിട്ട് അതിനെ ആ പോയിൻറ്റഡ് സൈഡിൽ അടിച്ചിട്ട് ആ ഹെഡിൻ്റെ ഭാഗം ഈ വുഡൻ പ്ലാങ്കിലേക്ക് കയറ്റാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കുമോ? ഇല്ല. ട്രൈ കട്ടിങ് വെജിറ്റബിൾസ് വിത്ത് എ ബ്ലണ്ട് നൈഫ് ആൻഡ് ദെൻ വിത്ത് എ ഷാർപ്പ് നൈഫ്, വിച്ച് ഈസ് ഈസിയർ. അതുപോലെ തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനായിട്ട് മൂർച്ചയുള്ളൊരു കത്തിയും മൂർച്ചയില്ലാത്തൊരു കത്തിയും കൂടെ എടുത്തൊന്ന് നോക്കുക. അപ്പോൾ ഏതുകൊണ്ട് കട്ട് ചെയ്യാനായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുക? മൂർച്ചയുള്ള കത്തിയും കൊണ്ടല്ലേ, ഷാർപ്പ് നൈഫ് കൊണ്ട് കട്ട് ചെയ്യാനാണ് കുറച്ചുകൂടെ ഈസി. ഡു യു ഗെറ്റ് ദ ഫീലിംഗ് ദാറ്റ് ദ ഏരിയ ഓവർ വിച്ച് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് പ്ലേസ് എ റോൾ ഇൻ മേക്കിംഗ് ദീസ് ടാസ്ക് ഈസിയർ? ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ് ഈസ് കോൾഡ് പ്രഷർ. ഓക്കെ, അപ്പം നമുക്ക് ഈ രണ്ട് ആക്ടിവിറ്റീസിൽ നിന്ന്, രണ്ട് എക്സാമ്പിൾസിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പം നെയിലായിക്കോട്ടെ, അതിൻ്റെ ആ പോയിൻറ്റഡ് ആയിട്ടുള്ള ഏരിയ വുഡൻ പ്ലാങ്കിലേക്ക് കയറ്റാനായിട്ട് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. അതുപോലെ തന്നെ ഒരു ഷാർപ്പ് നൈഫ് യൂസ് ചെയ്തിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യുക എന്നുള്ളതും ഈസി ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം ഈ രണ്ട് കേസിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പം ആ ഒരു ഏരിയ, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എത്ര ഈസി ആയിട്ട് ഒരു ടാസ്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രഷറിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എന്താണ് പ്രഷർ എന്ന് പറയുന്നത്? ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ്. അപ്പോൾ ഒരു സർഫസിൻ്റെ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രഷർ ഈസിക്കൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഓൺ വിച്ച് ഇറ്റ് ആക്ട്സ്. അപ്പം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് ഏരിയ, ഒരു സർഫസിൻ്റെ ആ ഒരു യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓൺ വിച്ച് ഇറ്റ് ആക്ട്സ്. ഓക്കെ, അപ്പോൾ പ്രഷറിൻ്റെ ഡെഫിനേഷനും അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷനും നിങ്ങൾ ഓർത്ത് വെക്കുക. അറ്റ് ദിസ് സ്റ്റേജ് വി കൺസിഡർ ഓൺലി ദോസ് ഫോഴ്സസ് വിച്ച് ആക്ട് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ഓൺ വിച്ച് ദ പ്രഷർ ഈസ് ടു ബി കമ്പ്യൂട്ടഡ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ജസ്റ്റ് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന, അതായത് നേരെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രഷറിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. Note that the area is in the denominator in the above expression. So the smaller the area, larger the pressure on a surface of the same force. അതുപോലെ തന്നെ നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. നമ്മൾ മുകളിലുള്ള ആ ഒരു എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനിൽ നമ്മൾ കണ്ട കാര്യമാണ് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അതായത് ഏരിയ എത്രത്തോളം ചെറുതാവുന്നു അത്രത്തോളം വലുതായിരിക്കും ഈ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏരിയ കുറയുന്ന അനുസരിച്ച് പ്രഷർ കൂടും. ദ ഏരിയ ഓഫ് ദ പോയിൻറ്റഡ് എൻഡ് ഓഫ് ദ നെയിൽ ഈസ് മച്ച് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ഇറ്റ്സ് ഹെഡ്. അപ്പോൾ ആ പോയിൻറ്റഡ് എൻഡ്, നെയിലിൻ്റെ കേസ് നമ്മൾ നോക്കിയതാണ്. ആ നെയിലിൻ്റെ പോയിൻറ്റഡ് എൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഏരിയ കുറവാണ് അല്ലേ. അപ്പോൾ ഏരിയ കുറഞ്ഞ ആ ഒരു പോർഷൻ, നെയിലിൻ്റെ ആ ഒരു പോർഷൻ ആ വുഡൻ പ്ലാങ്കിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞാൽ
കുറച്ചുകൂടി ഈസിയാണ്, കാരണം അവിടെ പ്രഷർ കൂടുകയാണ്. ഏരിയ കുറയുന്നതനുസരിച്ച് പ്രഷർ കൂടുന്നു. അപ്പോൾ സെയിം ഫോഴ്സ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ പോയിൻറ്റഡ് എൻഡിലും ഹെഡിലേക്കും നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ പോയിൻറ്റഡ് എൻഡ് വുഡൻ പ്ലാങ്കിലേക്ക് കയറ്റാനായിട്ട് സാധിക്കും. കാരണം അവിടെ സ്മോളർ ഏരിയ ആണ് ആ പോയിൻറ്റഡ് എൻഡിനുള്ളത്. അപ്പോൾ ഏരിയ കുറയുന്നതനുസരിച്ച് പ്രഷർ കൂടും. The same force therefore produces a pressure sufficient to push the pointed end of the nail into the wooden plank. നമ്മൾ നെയിലിൻ്റെ കേസ് തന്നെയാണ് ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പം നെയിലിൻ്റെ ആ ഹെഡ് പോർഷനും ആ പോയിൻറ്റഡ് ആയിട്ടുള്ള പോർഷനും ഒരു വുഡൻ പ്ലാങ്കിലേക്ക് അടിച്ച് കയറ്റാനായിട്ട് നോക്കുന്ന ടൈമിൽ ഏത് പോർഷൻ അകത്തേക്ക് കയറ്റാനായിരിക്കും കുറച്ചുകൂടി എളുപ്പം? നമുക്കറിയാം അത് ആ പോയിൻറ്റഡ് പോർഷൻ തന്നെയാണല്ലേ. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ഇവിടെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? കാരണം നമുക്കറിയാം ഈ പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. അപ്പം സെയിം ഫോഴ്സ് നമ്മൾ ഒരു നെയിലിൻ്റെ ഹെഡ് പോർഷനും അതുപോലെ തന്നെ പോയിൻറ്റഡ് പോർഷനും വുഡൻ പ്ലാങ്കിലേക്ക് കയറ്റാനായിട്ട് നോക്കുന്ന ടൈമിൽ സെയിം ഫോഴ്സാണ് നമ്മൾ ഈ രണ്ട് കേസിലും നോക്കുന്നത്. അതായത് ഇപ്പോൾ ഹെഡ് വുഡൻ പ്ലാങ്കിലേക്ക് അടിച്ച് കയറ്റാനാണെങ്കിലും അല്ലെങ്കിൽ ആ പോയിൻറ്റഡ് പോർഷൻ നമ്മൾ ആ വുഡൻ പ്ലാങ്കിലേക്ക് അടിച്ച് കയറ്റാനായിട്ടാണെങ്കിലും നമ്മൾ നോക്കുന്നത്, നമ്മളവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നത് സെയിം ഫോഴ്സ് തന്നെയാണ് അല്ലേ. ഈ സെയിം ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് പോലും ഈ പോയിൻറ്റഡ് പോർഷനാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് വുഡൻ പ്ലാങ്കിലേക്ക് കയറി പോകുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം ഈ പോയിൻറ്റഡ് പോർഷൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് കുറവാണ്. ആ ഹെഡിനാണ് ഈ പോയിൻറ്റഡ് പോർഷനേക്കാൾ കൂടുതൽ സർഫസ് ഏരിയ ഉള്ളത് അല്ലേ. അപ്പോൾ പോയിൻറ്റഡ് പോർഷൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഹെഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ്. അപ്പോൾ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് ഏരിയ കുറയുന്നതനുസരിച്ച് പ്രഷർ കൂടുമെന്ന് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള ആ പോർഷൻ, ആ നെയിലിൻ്റെ പോയിൻറ്റഡ് ആയിട്ടുള്ള പോർഷൻ, അവിടുത്തെ ഏരിയ കുറവാണ്. ഏരിയ കുറവായതുകൊണ്ട് തന്നെ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ആ പ്രഷർ എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലേ. അപ്പോൾ കൂടുതൽ പ്രഷർ വന്നുകൊണ്ട് ഈസി ആയിട്ട് ആ പോയിൻറ്റഡ് പോർഷൻ ആയിരിക്കും വുഡൻ പ്ലാങ്കിലേക്ക് പെട്ടെന്ന് കയറി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നെയിലിൻ്റെ ആ ഒരു കേസ് തന്നെ നമ്മൾ നോക്കുന്നത്. കാരണം അതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ അവിടെ സർഫസ് ഏരിയ കൂടുതലാണ്, പോയിൻറ്റഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സർഫസ് ഏരിയ കുറവാണ്. അപ്പോൾ സർഫസ് ഏരിയ കുറവായിട്ടുള്ളിടത്താണ് കൂടുതലായിട്ടുള്ള പ്രഷർ ആക്ട് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് നെയിലിൻ്റെ തന്നെ കേസ് തന്നെ നോക്കാൻ പറഞ്ഞത്. കാരണം അവിടെ രണ്ട് കേസും ഉണ്ട് അല്ലേ. അതായത് സർഫസ് ഏരിയ കൂടിയ ഒരു ഹെഡിൻ്റെ കേസും ഉണ്ട്, അതുപോലെ തന്നെ സർഫസ് ഏരിയ കുറഞ്ഞ ആ പോയിൻറ്റഡ് പോർഷൻ്റെ കേസും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സർഫസ് ഏരിയ കുറയുകയാണെങ്കിൽ പ്രഷർ കൂടും. Can you explain now why shoulder bags are provided with broad straps and not thin strap? അതുപോലെ തന്നെ നിങ്ങളുടെ ഈ സ്കൂൾ ബാഗ് തന്നെ നോക്കിക്കോ. ചില സ്കൂൾ ബാഗിനാണെങ്കിൽ ബ്രോഡായിട്ടുള്ള സ്ട്രാപ്പുണ്ട് അല്ല, അതായത് നല്ല വീതിയുള്ള സ്ട്രാപ്പുണ്ട്, ഷോൾഡറിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് നല്ല വീതിയുള്ള സ്ട്രാപ്പുണ്ട്. എന്നാൽ ചിലതാണെങ്കിൽ വളരെ തിന്നായിട്ടുണ്ട് അല്ലേ. ഈ തിന്നായിട്ടുള്ളതും ബ്രോഡായിട്ടുള്ള സ്ട്രാപ്പും ഉള്ള ബാഗാണെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? ബ്രോഡായിട്ടുള്ള സ്ട്രാപ്പ് തന്നെയാണ്. എന്തുകൊണ്ടാണ്? ബ്രോഡെന്ന് പറഞ്ഞാൽ അവിടെ സർഫസ് ഏരിയ കൂടുകയാണ്. അപ്പോൾ സർഫസ് ഏരിയ കൂടുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ കുറവാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ബാഗൊക്കെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മിക്ക ബാഗുകളും ബ്രോഡ് സ്ട്രാപ്പ് കൊണ്ട് നിർമ്മിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയാൽ തന്നെ ബ്രോഡ് സ്ട്രാപ്പുള്ള ബാഗ് നോക്കിയായിരിക്കും വാങ്ങുന്നത്. കാരണം അവിടെ ബ്രോഡ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ സർഫസ് ഏരിയ കൂടുതലാണ്. സർഫസ് ഏരിയ കൂടുമ്പം ഈ ബാഗ് എത്ര ഫോഴ്സ് ആക്ട് ചെയ്താലും അവിടെ ആ പ്രഷർ കുറവായിരിക്കും. ഓക്കെ, സർഫസ് ഏരിയ കൂടുന്നതനുസരിച്ച് പ്രഷർ കുറയും. അതുകൊണ്ടാണ് നമ്മൾ ബ്രോഡ് സ്ട്രാപ്പുള്ള ബാഗ് നോക്കി വാങ്ങുന്നത്. ആൻഡ് വൈ ദ ടൂൾസ് മെൻറ്റ് ഫോർ കട്ടിങ് ആൻഡ് പിയേഴ്സിങ് ഓൾവേസ് ഹാവ് ഷാർപ്പ് എഡ്ജ്. അതുപോലെ തന്നെ വളരെ ഷാർപ്പ് എഡ്ജുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കട്ടിങ് ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആ ഷാർപ്പ് എഡ്ജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സർഫസ് ഏരിയ വളരെ കുറവാണ്. സർഫസ് ഏരിയ കുറയുമ്പം പ്രഷർ കൂടും. അപ്പോൾ നമ്മൾ ആ ആക്ട് ചെയ്യുന്ന ആ കുറച്ച് ഫോഴ്സ് ആക്ട് ചെയ്ത് തന്നെ അവിടെ നല്ല പ്രഷർ അപ്ലൈ ആവുന്നു. നമുക്ക് വേണ്ട പോലെ എന്തെങ്കിലും സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കാനാണെങ്കിൽ അതങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ടൂൾസിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് എപ്പോഴും ഷാർപ്പായിട്ടിരിക്കുന്നത്. Do liquids and gases also exert pressure? Does it also depend on the area on which the force acts? Let us find out. അപ്പോൾ നമുക്കിനി ലിക്വിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെയും അവർ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടോയെന്നും അതുപോലെ തന്നെ അവർ ആക്ട് ചെയ്യുന്ന ആ ഒരു സർഫസിൻ്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഫോഴ്സൊക്കെ അപ്ലൈ ആവുന്നത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിനി ലിക്വിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെയും കേസിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൂടെ ഷെയർ ചെയ്യുക.